വെൽക്കം ടു ആദീസ് വ്ളോഗ്സ്. ഇന്ന് നമുക്കൊരു കടായി ചിക്കൻ്റെ റെസിപ്പി ആയാലോ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. ചപ്പാത്തിക്കും നാനിൻ്റെയും പൊറോട്ടയുടെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനുമാണ്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ. ആദ്യം നമുക്ക് ചിക്കനിലേക്കുള്ള മസാല പുരട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് ഏതാണ്ട് 1 കിലോൻ്റെ അടുത്ത് ചിക്കൻ ഉണ്ട്. അതിലേക്ക് ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഏതാണ്ട് 1 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതെല്ലാം ചേർത്ത് നന്നായി ചിക്കനിലേക്ക് ആ മസാലയൊക്കെ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് പുരട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ. ഏതാണ്ട് 1 മണിക്കൂറോളം അതൊന്ന് റെസ്റ്റ് ചെയ്യാനിരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കടായി മസാല റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഒരു കടായി അടുപ്പത്ത് വെക്കുക. അത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത് മല്ലിപ്പൊടിയല്ല വേണ്ടത്, ശരിക്കും പച്ചമല്ലിയാണ് വേണ്ടത്. അതില്ലാത്ത കാരണം ഞാനിവിടെ മല്ലിപ്പൊടി വെച്ച് ചെയ്യണമെന്ന് മാത്രം. അതെല്ലാം ഒന്ന് ചൂടായിട്ട് വരിക വേണ്ട കേട്ടോ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 4 വറ്റൽമുളക് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഒന്ന് പൊടിയാൻ പാകത്തിന് വേണ്ടി അത്രയും മതി. ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ കടായി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു കടായി അടുപ്പത്ത് വയ്ക്കുക. അത് ചൂടായിട്ട് വരുമ്പോൾ നമ്മളിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ കടായി ചിക്കൻ ഓയിലിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ ഒന്നും അല്ല ഉണ്ടാക്കണേ, നെയ്യിലാണ് ചെയ്യണത്. നെയ്യോ ബട്ടറോ ഏത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുരുമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, വറ്റൽമുളക് ഇതെല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് സവാള, 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴഞ്ഞു വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 വലിയ തക്കാളി ഒന്ന് മിക്സിയിൽ പേസ്റ്റ് ആക്കി എടുത്തതാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് തക്കാളിയുടെയൊക്കെ പച്ചമണം മാറി വരണ വരെ അത് വഴറ്റി കൊടുക്കുക. അതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി ആ ഒരു നേരമാകുമ്പോൾ നമ്മുടെ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചിക്കനൊക്കെ ഉള്ളിയിലും തക്കാളിയിലൊക്കെ നന്നായിട്ടൊന്ന് ആവണ രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലിയാണ്, ഒരു കളറ് കിട്ടാൻ വേണ്ടി മാത്രം. അതുപോലെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇത് അങ്ങനെ അതെല്ലാം ചേർന്ന് നമ്മുടെ ചിക്കനിൽ വെള്ളമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ചിക്കനിലെ വെള്ളം തന്നെയാണ്. ഏതാണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങുന്ന സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടായി മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാളയും 1 ക്യാപ്സിക്കും ചതുരത്തിൽ അരിഞ്ഞു വെച്ചതാണ്, ഇത്തിരി വലിയ പീസായിട്ട് അരിഞ്ഞു വെച്ചതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക.
സവാളയും അതുപോലെ തന്നെ ക്യാപ്സിക്കം എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം നെയ്യാണ്. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ അത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കടായി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിനും അതുപോലെ ചപ്പാത്തിക്കും നാനിനും പൊറോട്ടയ്ക്കൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. പിന്നെ ആ ജീരകത്തിൻ്റെയും പെരുംജീരകത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് വരുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇഷ്ടമായിച്ചെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.